അങ്ങനെ ഇപ്പൊ നീ എന്റെ മൂഡ് മാറ്റാൻ നിൽക്കണ്ട. ആ വൃത്തികെട്ടവൻ ആരാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്താ ചെയ്യേണ്ടതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ആ വൃത്തികെട്ടവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ അച്ഛൻ ആരാണെന്ന് സത്യം ഗൗതം അറിയാതിരിക്കുന്നതാവും നല്ലത്. ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും. ജ്യോതിർമയി, നിധി, എന്റെ ഫോണാണ് ബെല്ലടിക്കുന്നത്. അതാരാണെന്നൊന്ന് നോക്കിയേ. ഒന്നെടുക്ക്, ഞാനിപ്പോ വരാം. ജ്യോതിർമയി എന്തിന് ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഹലോ നിർമ്മല ഇപ്പൊ എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലുണ്ട്. എന്തുപറ്റി? എനിക്ക് നിർമ്മലയോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ നിർമ്മലെ? എന്താ കാര്യം? ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ? ഫോണിൽ കൂടി പറയാൻ പറ്റുന്ന കാര്യമല്ല അത്. അതൊരു എമർജൻസി മാറ്ററാ. ഒരു അരമണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ. സംസാരിക്കാൻ ഒരു 5 മിനിറ്റ്. അപ്പൊ തന്നെ തിരിച്ചു പോവാം. പ്ലീസ് നിർമ്മലെ. അതല്ല, അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ടാ. അധിക സമയമൊന്നും എടുക്കില്ല. അപ്പൊ തന്നെ തിരിച്ചു പോകാം. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. അവിടേക്ക് വന്നാ മതി. പ്ലീസ് നിർമ്മലെ, വരുവോ? ആ, ഞാൻ വരാം. എന്തിനായിരിക്കും ജ്യോതിർമയി കാണണമെന്ന് പറയുന്നത്? ജ്യോതിർമയി വിളിച്ചിട്ട് അമ്മ പോകാൻ പോകുന്നു. എങ്ങോട്ടായിരിക്കും പോകുന്നത്? എന്തിനായിരിക്കും? എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണം. ആഹാ, അയ്യോ, ഇതെന്തു പറ്റി? പ്രണവും ശിവാനിയും തിരികെ വരുന്നതിന് മുൻപ് നാട് വിടാനുള്ള പരിപാടിയാണോ? ഗൗതമിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച കടലാസുമായി ശിവാനി ഇവിടെ വന്ന പിന്നെ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ഇറങ്ങുക തന്നെ ചെയ്യും. ദേ നോക്ക്, ബെറ്റ് വെച്ചിരിക്കുന്നത് ഓഫീസിൽ പോകില്ലെന്ന് മാത്രം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പടുത്തുയർത്തിയ എന്റെ ഓഫീസിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ എനിക്കുണ്ടായ പിന്നെ ഒരു നിമിഷം പോലും ഞാനിവിടെ ഉണ്ടാവുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ എന്റെ അത്യാവശ്യ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ സ്വയം ഇറങ്ങി വന്നിരിക്കുക. പ്രണവും ശിവാനിയും വരുമ്പോ ഞാൻ ബാഗുമായിട്ടായിരിക്കും അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അത് നല്ല ഐഡിയ. നമുക്ക് വെളിയിലേക്ക് ഇറങ്ങി നിൽക്കാം. അതാവുമ്പോ അതുവഴി അങ്ങ് പോവാലോ. ഒരുപക്ഷേ എനിക്ക് പോവേണ്ടി വന്നില്ലെങ്കിലോ? നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നില്ലെങ്കിൽ ഈ പെട്ടി ഞാൻ ചുമന്നെടുത്ത് നിങ്ങളുടെ മുറിയിൽ കൊണ്ടുവച്ച് തരും. എന്താ പോരെ? ഈ ഒരു ഉറപ്പ് ഞാൻ തരുന്നത് വെറുതെ ഒന്നുമല്ല. പോയിരിക്കുന്നത് എന്റെ മോളാ. പെട്ടിയും തൂക്കി മാഡം തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും. ഗൗതമിന്റെ കയ്യിൽ നിന്ന് ആ സമ്മതപത്രവും ഒപ്പിടിവിച്ചുകൊണ്ട് നിങ്ങള് തിരികെ വന്നാ പിന്നെ നിങ്ങളുടെ കമ്പനിയിലേക്ക് കാല് കുത്തില്ലെന്ന് മാത്രമല്ലേ നേരത്തെ ഈ മാഡം ഉറപ്പ് തന്നിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അതൊന്ന് തിരുത്തി. ഞാൻ തന്ന ഉറപ്പിൻ പ്രകാരം പിന്നെ എനിക്ക് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് കയറാൻ അവകാശമില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി ഈ വീട്ടിൽ ഒരു ഇത്തിൾ കണ്ണിയെ പോലെ കടിച്ചു തൂങ്ങുന്നതിനേക്കാളും നല്ലത് ഇവിടുന്ന് ഇറങ്ങിത്തരുന്നത് തന്നെയാ. അതാണ് എന്റെ തീരുമാനം.
വല്ലാത്ത വാശിക്കാരിയാണെന്നേ. നിങ്ങൾ ആ കടലാസ് കൊടുക്കുന്നതും അതും വാങ്ങി വായിച്ചു നോക്കിയിട്ട് ഇറങ്ങിപ്പോകാൻ ബാഗും പാക്ക് ചെയ്ത് നിൽക്കാം മാഡം. അപ്പൊ പിന്നെ രേണുക പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഗൗതം എഴുതി തന്ന ആ ലെറ്റർ ഒന്ന് കാണിച്ചാ എനിക്കങ്ങോട്ട് ഇറങ്ങായിരുന്നു. അതെടുത്ത് കൊടുക്കും മക്കളെ. എന്തിനാ നിർത്തി കാല് കഴപ്പിക്കുന്നേ? ഏതെങ്കിലും ഓട്ടോ പിടിച്ചോ നടന്നോ എങ്ങോട്ടെങ്കിലും പോട്ടേന്നേ.